വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. ഇന്നലെ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിൽ ചെൽസി PSG തോൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ കളിയുടെ ഒരു ഗതി നോക്കുകയാണെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമിലേറ്റിംഗ് കൈൻഡ് ഓഫ് ഒരു വിജയം നേടിയിട്ടാണ് ചെൽസി ചാമ്പ്യന്മാരായിട്ടുള്ളത്. അവർ ഇനി അടുത്ത 4 വർഷത്തേക്ക് അവരാണ് ഇനി ക്ലബ് വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാർ. അപ്പോൾ തന്നെ അവർക്ക് ജേഴ്സിയിൽ ആ ഒരു ബാഡ്ജ് ധരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ PSG കളി കഴിഞ്ഞപ്പോൾ, അതായത് റയൽ മാഡ്രിഡ് ആയിട്ടുള്ള രണ്ടാമത്തെ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കിരീടം നേടാനായിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് PSG ആണ്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കളികൾ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെൽസി ജയിച്ചു വന്നിട്ടുണ്ടായിരുന്ന ടീമുകളെല്ലാം ചെറിയ ടീമുകളായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചെൽസിക്ക് ആ ഒരു വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരും പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ കാര്യങ്ങൾ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് കിട്ടിയ ടീമുകൾ അതുപോലെ ടീമുകളായിരുന്നു. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രകടനം പുറത്തെടുത്ത് എടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാൽ പോലും ഫ്ലെമങ്കായിട്ടുള്ളൊരു തോൽവി വന്നപ്പോൾ തന്നെ ആൾക്കാർ മുഖം ചുളിച്ചിട്ടുണ്ടായിരുന്നു, ചെൽസീനെ ഫേവറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പ്രചരണങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു റിപ്ലൈ ആണ് അവരിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ടീമിൻ്റെ വേൾഡ് റൈറ്റ് നൗ എന്ന് പറയാം. എന്താ പറയുക, എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന PSG ടീമിനെതിരെ 3-0 എന്നുള്ളൊരു സ്കോർ ലൈനിൽ വിജയിച്ച്, അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ 3 ഗോൾ കൂടി നേടിയിട്ട് അവർ അടിയറവ് പറയിച്ചിരിക്കുകയാണ്, ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഇതിൽ തന്നെ ചെൽസിയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറായെന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് കാണാനും, അതായത് കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നതായിട്ടുള്ള കോൾ പാമർ, അദ്ദേഹം 2 മികച്ച ഗോളുകൾ നേടിയിട്ട് ചെൽസിനെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ചും ആയിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ ഒരു ഗോൾ കൂടി നേടിയിട്ടുണ്ടായിരുന്നത് ജാവോ പെഡ്രോയാണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം, കഴിഞ്ഞ ഒരു സീസണിൽ ചെൽസിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു ഭാഗം, അതായത് ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രൈക്കർ ഏരിയ ആയിരുന്നു. നിക്കോളാസ് ജാക്സൺ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ഡെലിവറി ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ചാൻസസുകൾ ചെൽസി കൺവേർഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവരുടെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ട് നല്ല കിഡിലൻ 2 സ്ട്രൈക്കേഴ്സിനെ അവർ ഈ ഒരു വിൻഡോയിൽ, ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിലാപ്പും പിന്നെ ബ്രൈറ്റണിൽ നിന്ന് ജാവോ പെഡ്രോ. ഈ ജാവോ പെഡ്രോ തന്നെ കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിനും ഈ ഒരു മത്സരത്തിനും ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ആ 2 സ്ട്രൈക്കർമാരും പ്രോപ്പറായിട്ടുള്ള ഗോൾ കൺവേർഷൻ ചെയ്യുന്ന സ്ട്രൈക്കേഴ്സ് ആണെന്നുള്ളത് ഓൾറെഡി ഇപ്പോൾ പ്രൂവൺ ആണ്. ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ സ്ട്രൈക്കേഴ്സാണ്. ഇനി അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കും അവർ നല്ല രീതിയിൽ ആ ഒരു ഏരിയയിലെ പ്രശ്നം അവർ പരിഹരിച്ചുകൊണ്ടിരുന്നു. ഇനി അതുപോലെ തന്നെ ഒരുപാട് വിമർശനം കഴിഞ്ഞ സീസണിൽ കേട്ട മറ്റൊരു താരം കൂടി അവരുടെ ടീമിലുണ്ടായിരുന്നു, അവരുടെ ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസ്. നമുക്കറിയാം, ഹാർഡ് കോർ ആയിട്ടുള്ള ചെൽസി ആരാധകർ തന്നെ പറഞ്ഞിരുന്നു നോബർട്ട് സാഞ്ചസിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അവർക്ക് ഒരുപാട് ഗോളുകൾ വന്നിട്ടുള്ളത് സാഞ്ചസിൻ്റെ മിസ്റ്റേക്ക് എന്നായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 മത്സരത്തിൽ നിന്ന് അദ്ദേഹം 5 ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ക്രൂഷ്യലായിട്ടുള്ള സേവ്സ് നടത്തി. ഈവൻ ഫൈനലിലാണെങ്കിൽ പോലും ആ ഒരു സേവുകൾ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഫുൾ ഓഫ് ചെയ്യുന്നത് കണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനാണ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നടന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തോന്നാം. എന്നാൽ ചെൽസി ആരാധകരെ സംബന്ധിച്ചോളം അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവരുടെ ടീം എന്തായാലും ജയിക്കുന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിനൊപ്പമുള്ള പ്രകടനം പുറത്തെടുക്കാനായിട്ട് ചെൽസിക്കും സാധിച്ചിട്ടുണ്ട്. സോ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻസോ മരസ്ക ചാർജ് എടുത്തപ്പോൾ തന്നെ ഒരുപാട് പേര് എന്താ പറയുക, അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ബിഗ് 6 ടീമിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു അനുഭവ സമ്പത്ത് കാര്യങ്ങളൊന്നും ഇല്ല, അദ്ദേഹം പ്രോപ്പറായിട്ടുള്ള ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ കോൾ പാമർ വരെ ഈ മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻസോ മരസ്കേനെ ഒരുപാട് പേര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചെയ്യുന്ന വർക്കിനെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു എന്താ പറയുക റെക്കഗ്നീഷൻ കാര്യങ്ങളൊന്നും ആരും കൊടുക്കുന്നില്ല, വിമർശിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് പുള്ളി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ടീമിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ടീം സ്റ്റാഫ്സിനും ടീം മെമ്പേഴ്സിനും അങ്ങനെയുള്ള പ്ലെയേഴ്സിനും ഇത്തരം ആ ഒരു ചെറിയൊരു ഏരിയയ്ക്ക് മാത്രം നല്ല കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സോ അതിനെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ചെൽസി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നതും. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയറിയാം, അദ്ദേഹം ചാർജ് എടുത്ത പിന്നെ കോൺഫറൻസ് ലീഗിൻ്റെ ടൈറ്റിൽ അടിക്കുന്നത് കണ്ടു, ഇപ്പോൾ ഇതാ ക്ലബ് വേൾഡ് കപ്പ് ടൈറ്റിൽ അടിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ഒരു സ്പോട്ടും കൂടി ചെൽസി ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, കോൺഫറൻസ് ലീഗിലെ കിരീടം നേടിയപ്പോൾ തന്നെ ഒരുപാട് പേര് ചെൽസിനെ കളിയാക്കുന്ന രീതിയിലുണ്ടായിരുന്നു. അതായത് ആ ഒരു ചെറിയൊരു ലീഗല്ല, യൂറോപ്പിലെ ലീഗ് തന്നെയാണ്, പക്ഷെ എന്നാലും അതിൽ കളിക്കുന്ന ടീമുകൾ എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ ടീമുകളായിരുന്നു. അവർക്കെതിരെ വിജയം നേടി അവർ വലിയ കാര്യമൊന്നുമല്ല ചെയ്തേ എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്സും കാര്യങ്ങളൊക്കെ പൊതുവെ ഉണ്ടായിരുന്നു. എന്നാൽ അവരിപ്പോൾ ഫൈനലിൽ തോൽപ്പിച്ചിരിക്കുന്നത് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സിനെയാണ്. സോ അതുകൊണ്ട് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല. അവർ
പ്രോപ്പറായിട്ടുള്ള കളി കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് കിരീടങ്ങൾ നേടാനും അവർക്ക് പ്രോപ്പറായിട്ടുള്ള കളികൾ കളിക്കാനായിട്ടും ഏത് ടീമിനെതിരെയും അവർക്ക് ആ ഒരു പ്രകടനം പുറത്തെടുത്തിട്ട് തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കും ജയിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇന്നലെ 3-0 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് തോൽപ്പിച്ചത് ചെൽസി PSG-നെ. കഴിഞ്ഞ ആ ഒരു സെമി ഫൈനലിൽ 4-0 എന്നുള്ള സ്കോർ ലൈന് PSG റയൽ മാഡ്രിഡിനെ തകർത്ത് വിടുന്നതും കൂടി നമ്മൾ കണ്ടതാണ്. സോ യൂറോപ്യൻ രാജാക്കന്മാരെന്ന് വിളിക്കുന്ന റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചിട്ടുള്ള PSG-നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് ക്ലബ്ബായിട്ടുള്ള നോട്ട് ദ നമ്പർ 1 ടീം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, വേറെ ടീമുകളുണ്ട് അവിടെ ഓൾറെഡി. എന്നാലും ബിഗ് 6-ലെ ഒരു ടീമായിട്ടുള്ള ചെൽസി ഡിസൈവിങ് ആയിട്ടുള്ളൊരു വിന്നാണ് നേടിയിട്ടുള്ളത്. അവർ ക്ലബ് വേൾഡ് കപ്പിൽ മുത്തമിടുകയും ചെയ്തു. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ തോട്ട്സ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.